A furniture manufacturer make two products, chairs and tables. With the help of two machines A and B, the chair requires 2 hours on machine A and 6 hours on machine B. A table requires 5 hours on machine A and 1 hour on machine B. There are 16 hours per day available on machine A and 30 hours on machine B. Profit gained by the manufacturer from a chair and a table is rupees 2 and rupees 10 respectively. Formulate the problem as linear programming problem to maximize the total profit of the manufacturer. അപ്പോൾ ഇത് ഒരു LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ഇതിനെ ഫോമുലേറ്റ് ചെയ്യാനായിട്ട് അത് ഇക്വേഷൻ ഫോമിലാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസ് എല്ലാം ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വായിച്ച് നോക്കുക. എന്താണ് കാണേണ്ടത്? മാക്സിമം പ്രോഫിറ്റാണ്. മാക്സിമം പ്രോഫിറ്റാണ് അപ്പം കാണേണ്ടത്. അപ്പോൾ ഒരു ചെയറിൻ്റെ പ്രോഫിറ്റ് 2 റുപ്പീസും ഒരു ടേബിളിൻ്റെ പ്രോഫിറ്റ് 10 റുപ്പീസുമാണ്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കാണണമെങ്കിൽ, ടോട്ടൽ പ്രോഫിറ്റ് കാണണമെങ്കിൽ നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസാണ്. അപ്പോൾ അതാണ് ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് കൊടുക്കാം x1 നമ്പർ ഓഫ് ചെയേഴ്സ് ആൻഡ് x2 നമ്പർ ഓഫ് ടേബിൾസ്. ഇത് കൊടുത്തു. ഇനി നമ്മൾക്കിത് പറയണത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഒരു ടേബിൾ ഫോമിലാക്കാം. 2 മെഷീൻ വെച്ചിട്ടാണ് ഇത് ചെയറും ടേബിളും മാനുഫാക്ചർ ചെയ്യണത്, മെഷീൻ എയും മെഷീൻ ബിയും. ഇതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയറിന് 2 hours എടുക്കും മെഷീൻ എയിൽ, പിന്നെ മെഷീൻ ബിയിൽ 6 hours എടുക്കും. അപ്പോൾ നമ്മളിതൊരു ടേബിൾ ഫോം ചെയ്യുക. ചെയർ ടേബിൾ മെഷീൻ എയിൽ 2 hours മെഷീൻ ബിയിൽ 6 hours എടുക്കും. ടേബിളിനാണെങ്കിൽ മെഷീൻ എയിൽ 5 hours മെഷീൻ ബിയിൽ 1 hour എടുക്കും. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ടോട്ടൽ 16 hours മെഷീൻ എ വർക്ക് ചെയ്യുള്ളൂ, മെഷീൻ ബി 30 hours വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രെയിൻസ് വരിക, റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഇത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 റുപ്പീസാണ് ചെയറിൻ്റെ, 10 റുപ്പീസാണ് ടേബിളിൻ്റെ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റാണ് വേണ്ടത്. അപ്പോൾ മാക്സിമൈസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വെച്ചിട്ടല്ലേ മാക്സിമം ടോട്ടൽ പ്രോഫിറ്റ് വരിക. 2x1 + 10x2 സബ്ജക്റ്റ് ടു ഇതിവിടെ ഒരു ചെയറിന് 2 hours മെഷീൻ എയിൽ എടുക്കുക, 5 hours ടേബിളിന് എടുക്കുക മെഷീൻ എയിൽ. അപ്പോൾ ഒരു ചെയറിന് 2 hours ആകുമ്പോൾ x1 ചെയറിന് 2x1 hours വേണം. x2 ടേബിളിന് 5 × x2 hours വേണം. അപ്പോൾ ടോട്ടൽ എന്ന് വെച്ചാൽ 2x1 + 5x2 ഒരിക്കലും 60 hours കൂടാൻ പാടില്ല. അപ്പോൾ <= 60. അതേപോലെ തന്നെ മെഷീൻ ബിയിൽ 6x1 + x2 <= 30. പിന്നെ നമ്പർ ഓഫ് ടേബിൾസും ചെയർസും ആയതുകൊണ്ട് എപ്പോഴും <= 0 ആയിരിക്കും. ഇങ്ങനെയാണ് ഫോമുലേറ്റ് ചെയ്യേണ്ടത്. ഇനി സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇക്വേഷൻ ആക്കുക, ടേബിളൊക്കെ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഓരോ ഫീസിബിൾ റീജിയനൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം കേട്ടോ.